ഇന്നലെ പാറ്റകൾ ഡൽഹി മുഴുവനും അടിച്ചു തകർത്തപ്പോൾ ഇതാ അടുത്ത ഒരു പ്രതിഷേധവുമായി കർഷകർ എന്ന വ്യാജേന കുറെ രാജ്യദ്രോഹികൾ ഡൽഹിയിലേക്ക് പ്രതിഷേധവുമായി എത്തുകയാണ്. കർഷകർ എന്ന വ്യാജേന ചില കൂട്ടായ്മകൾ പ്രഖ്യാപിച്ച പ്രതിഷേധ മാർച്ച് തലസ്ഥാന നഗരിയെ വീണ്ടും പ്രക്ഷുബ്ധമാക്കാൻ ഒരുങ്ങുമ്പോൾ അതീവ ജാഗ്രതയിലാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സൈനിക വിഭാഗങ്ങളും. കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ദില്ലിയിലെ കിസാൻ ഘട്ടിലേക്ക് നടത്തുന്ന വമ്പൻ പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് ഡൽഹി അതിർത്തികളിൽ സുരക്ഷ അതീവ ശക്തമാക്കിയിരിക്കുകയാണ്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകരെന്ന വ്യാജേന കുറെ തൊഴിലാളികൾ അല്ലെങ്കിൽ കുറച്ച് രാജ്യദ്രോഹികൾ തലസ്ഥാനത്തേക്ക് കൂട്ടത്തോടെ എത്തുകയാണ്. ഇതിലൊരു പ്രത്യേകതയുണ്ട്. അതായത് 2014 മുതൽ നരേന്ദ്രമോദി സർക്കാരിന് നേരെ കർഷകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുമ്പോൾ അവർ എത്തുന്നത് ട്രാക്ടറും മുഖേന ആയിരിക്കും എത്തുന്നത്. ട്രാക്ടർ കൊണ്ടാണ് രാജ്യ തലസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. നമുക്കറിയാം, ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള ഫണ്ടുകൾ NGO സംഘടനകൾ വഴി, രാജ്യത്ത് പ്രവർത്തിക്കുന്ന NGO സംഘടനകൾ വഴി ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്രാവശ്യം അവർ വരുന്നത് ട്രാക്ടർ ഒഴിവാക്കി പൂർണ്ണമായും ബസ്സുകളിലും കാറുകളിലും ഒക്കെയാണ് ഇവർ സമരത്തിന് വേണ്ടി ഡൽഹിയിലേക്ക് വരുന്നത്. അത് എന്തുകൊണ്ടാണ് ഇവർ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ അമേരിക്ക കരാറുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഇത്തവണ ഒരു പ്രതിഷേധത്തിനായി ഡൽഹിയിലേക്ക് വരുന്നത്. കേന്ദ്ര നയങ്ങൾക്കെതിരെ കടുത്ത അമർഷത്തിലായ കർഷകർ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഹരിയാന അതിർത്തി വഴി ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രക്ഷോഭകരായ ഒട്ടേറെ ഈ വ്യാജ കർഷകരെ പോലീസ് തടയുകയും സ്പോട്ടിൽ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കസ്റ്റഡിയിൽ എടുത്തവരെ ഹരിയാനയിലെ ഭവാന പോലീസ് സ്റ്റേഷനിലേക്കാണ് നിലവിൽ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇസാർ, ഷംബു തുടങ്ങിയ തന്ത്രപ്രധാനമായ ടോൾ പാസുകൾ കർഷകർ ഉപരോധിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉപരോധം ശക്തമായതോടെ ദേശീയപാതകളിൽ കിലോമീറ്ററുകളോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. സാഹചര്യം കൂടുതൽ വഷളായതോടെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ആനയുടെ ബലമുള്ള വലിയൊരു കോൺക്രീറ്റ് ബാരിക്കേഡുകളും അതോടൊപ്പം തന്നെ ജലപീരങ്കികളും പോലീസ് അവിടെ പൂർണ്ണമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ അതിർത്തി മുഴുവനും അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. ക്രമസമാധാന നില ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അതിർത്തി ജില്ലകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവാദപരമായ ഇന്ത്യ-US കരാറിനെതിരെ രാജ്യത്തെ പ്രമുഖ കർഷക സംഘടനകളെല്ലാം നേരത്തെ തന്നെ കടുത്ത എതിർപ്പാണ് പരസ്യമാക്കിയത്. അത് കരാറിൽ നിന്നും കേന്ദ്ര സർക്കാർ ഉടനടി പിന്മാറിയില്ലെങ്കിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഈ കർഷകർ എന്ന വ്യാജേന ഉള്ളവർ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ-US കരാർ അത് കേന്ദ്ര സർക്കാർ അതിൽ ഒപ്പിടുമോ ഇല്ലയോ എന്ന് പോലും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ചർച്ച നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്ന് ഒപ്പിടും അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും അത് വേണ്ട എന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അമേരിക്കയുമായിട്ടും വലിയ കരാറിലൊക്കെ പോയാൽ അത് നമുക്ക് ഭാവിയിൽ ഒരു തിരിച്ചടിയാകുമെന്ന് ഇന്ത്യക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോഴും അതോടൊപ്പം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റുമായിട്ടൊക്കെ ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോഴും ഈ കരാറിനെ പറ്റി ഒരു സംസാരം ഉണ്ടായെന്നല്ലാതെ അത് പരിഗണിക്കാമെന്ന് മാത്രമാണ് ജയശങ്കറും അതോടൊപ്പം തന്നെ മോദിയും അടക്കമുള്ളവർ പറഞ്ഞത്.